ഫ്രാൻസിസ് പാപ്പായുടെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ വരിവരിയായി നിന്ന് ക്ഷമയോടുകൂടെ പാപ്പയുടെ ഭൗതിക ശരീരത്തിനരികിൽ നൽകിയിരിക്കുന്ന ക്രമീകരണങ്ങൾക്കനുസൃതമായിട്ടുള്ള ആ ചിട്ടവട്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പാപ്പയുടെ ആത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് കടന്നു പോകുന്ന ജനങ്ങൾ ഒരു പ്രത്യേകമായിട്ടുള്ള ആത്മീയ അന്തരീക്ഷം ഞങ്ങൾക്കൊക്കെ അനുഭവിക്കുവാൻ സാധിക്കുന്നു എന്നെടുത്ത് പറയുകയാണ്. ഒരു ജനബാഹുല്യം, ജനത്തിരക്ക്, ഒരു പക്ഷേ താഴേക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തിരസ്കരിക്കപ്പെട്ടവൻ്റെയൊക്കെ ശബ്ദമായി മാറിയപ്പോൾ പാവങ്ങളുടെ പാപ്പായെ കാണാൻ, മഹായിടയനെ കാണാൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് പല വ്യക്തികളും കടന്നു വരുന്നു. ഇന്നലെ ജനങ്ങളോടൊപ്പം ക്യൂവിൽ നിന്നുകൊണ്ട് പാപ്പയെ ഒരു നോക്ക് കാണാൻ അഭൗതിക ശരീരത്തിനടുത്ത് ചെന്ന് അല്പനേരം പ്രാർത്ഥിക്കുവാനുമൊക്കെ സാധിച്ചപ്പോൾ കണ്ട കാഴ്ച, നിശബ്ദരായി അവിടെ നിന്ന് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ നിശബ്ദമായിരുന്ന ജപമാല കയ്യിലേന്തി കൈകൾ കൂപ്പിപ്പിടിച്ചൊക്കെ പ്രാർത്ഥിക്കുന്ന ജനത്തെയാണ്. അനിതര സാധാരണമായിട്ടുള്ള ജനങ്ങളുടെ സാന്നിധ്യം പല പ്രദേശങ്ങളിൽ നിന്നും, നാടുകളിൽ നിന്നും, രാജ്യങ്ങളിൽ നിന്നുള്ള പലരും വന്ന് ഒരു നോക്ക് കണ്ട് പോകുന്നു എന്നുള്ളത് സാധാരണക്കാരിൽ സാധാരണക്കാരൻ്റെ പാപ്പയായ ഫ്രാൻസിസ് പാപ്പായോടുള്ള വലിയ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ആദരവിൻ്റെ സൂചനയായി തന്നെ കാണേണ്ടി വരും. വാർത്താമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ, നമ്മൾ അറിഞ്ഞതുപോലെ, ബുധനാഴ്ച രാവിലെ മുതൽ സാന്താ മാർത്തയിൽ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് പൊതുദർശനത്തിന് വച്ചതു മുതൽ ഒട്ടനവധി ജനങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പല വിശിഷ്ട വ്യക്തികളും വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ നാളെ നടക്കാനിരിക്കുന്ന മൃതസംസ്കാരത്തിന് കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ ഇറ്റാലിയൻ മാധ്യമങ്ങൾ, റോമും വത്തിക്കാനുമായി ബന്ധപ്പെട്ട വാർത്താമാധ്യമങ്ങൾ നൽകുന്ന സന്ദേശമനുസരിച്ച് ഇതിനോടകം തന്നെ 170ഓളം വിശിഷ്ട ഓരോ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധികൾ എത്തുമെന്ന സൂചനകൾ നൽകുന്നു. അത് കൂടുവാനേ സാധ്യതയുള്ളൂ. എല്ലാ പ്രോട്ടോക്കോളും സുരക്ഷാ വലയങ്ങളും തീർത്തുകൊണ്ട് വത്തിക്കാനും ചേർന്ന് ഇറ്റാലിയൻ ഗവൺമെൻറ്റും മറ്റു രാജ്യങ്ങളുടെ പ്രതിനിധികളും വാർത്താമാധ്യമങ്ങളിലൂടെ സുരക്ഷാ അലേർട്ടുകൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടെ പരിശുദ്ധ പിതാവിൻ്റെ പൂജ്യശരീരം ഉൾക്കൊള്ളുന്ന പെട്ടി അടയ്ക്കുന്ന ആ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ നടക്കുകയാണ്. മുഖ്യ കാർമ്മികൻ അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുക കാർഡിനൽ കെവിൻ ജോസഫ് ഫാരൽ, കമർലിംഗമായിട്ടുള്ള കാർഡിനലായിരിക്കും. ഒപ്പം തന്നെ സാന്നിധ്യമായിട്ട്
മറ്റു കർദിനാൾമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരും മോൺസിഞ്ഞർമാരും വൈദികരും വത്തിക്കാനുമായി ബന്ധപ്പെട്ട പ്രതിനിധികളും ഉണ്ടായിരിക്കും എന്ന് വത്തിക്കാൻ ഔദ്യോഗിക വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഏറെ പ്രത്യേകമായിട്ട് ഇന്ന് 7 മണിയോടുകൂടി വൈകിട്ട് വത്തിക്കാൻ സമയം 7 മണിയോടുകൂടി നടക്കുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായി കർദിനാൾമാരായിട്ടുള്ള ജോവാനി ബാറ്റിസ്ത റേ, പിയത്രോ പരോളിൻ, റോജർ മഹോണി, ഡൊമിനിക്കെ മംബേർത്തി, മൗറോ ഗംപേത്തി, ബാൽദസേരി റെയ്ന, കൊൺറാഡ് ക്രജേവിസ്കി എന്നിവരും ആർച്ച് ബിഷപ്പുമാരും ബിഷപ്പുമാരുമൊക്കെ പങ്കെടുക്കുമെന്ന് എടുത്ത് പറഞ്ഞ് വത്തിക്കാൻ ഔദ്യോഗിക വാർത്ത അറിയിച്ചിട്ടുണ്ട്.